ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്ന. ഇനി നമ്മൾ തേങ്ങാ ചട്നി ഉണ്ടാക്കാൻ പോകുന്നത് അതിനതായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കടലപ്പരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. കടലപ്പരിപ്പ് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഉണക്കമുളക് 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് നല്ല വറുത്തെടുക്കാം. അതിന് ശേഷം 3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 വെളുത്തുള്ളി ഇട്ടതിന് ശേഷം പിന്നെ ഒരു 5-6 ചുവന്നുള്ളി, ചെറിയ ഉള്ളി, അത് ഒരു 5-6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ല എണ്ണയിലിട്ട് നല്ല വറുത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു സവാള ഇട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കുക. അത് നല്ല ഒന്ന് എണ്ണയിലേക്ക് കിടന്ന് വാടട്ടെ, നല്ല ഇളക്കി കൊടുക്കുക. അതിന് ശേഷം എത്ര നമുക്ക് തേങ്ങ വേണ്ടിച്ചാൽ അത്രയും തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടതിന് ശേഷം പിന്നെയും നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. ഒരു പച്ച ഇത് പോകുന്നവരെ അതിട്ട് ഇളക്കി കൊടുക്കണം. അത് നല്ല ഇളക്കി കൊടുക്കണേ. ഞാൻ ആ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിടിക്കാതെ ഇളക്കിയാൽ ഒന്നാകെ മേൽക്കൂടം പറയും. പിന്നെ അതൊന്ന് തണുക്കാൻ വെക്കുന്നതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ചൂടൊടുക്കനെ കൊണ്ട് അരക്കരുത്, തണുത്തിട്ട് അരയ്ക്കാം. എന്നിട്ട് ഒരു ചട്ടി വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിച്ചിടുക. പിന്നെ അതിലേക്ക് 2 ഉണക്കമുളക് പൊട്ടിച്ചിടുക. പിന്നെ നമ്മളെ ഫേവറേറ്റായ കറിവേപ്പില ഇടാം. കറിവേപ്പില നല്ല ഒന്ന് ഇതായതിനു ശേഷം ഒരു നുള്ള് ഒരു പിച്ച് മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചിലർക്ക് ചട്നി ലൂസായിട്ട് ഇഷ്ടമുണ്ടാവും, അല്ലെങ്കിൽ കട്ടിയിൽ ഇഷ്ടമുള്ളവരുണ്ടാവും. അത് നമ്മളെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വെള്ളം കൂട്ടും കുറവും ചെയ്താൽ മതി. എൻ്റെ ചാനൽ കുറച്ച് അരപ്പുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം മിക്സ് ആക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ അധികം ലൂസായിട്ടുള്ള ചട്നി എനിക്കും കട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല, ഓവർ ലൂസൊന്നും എനിക്കിഷ്ടമില്ല. അപ്പോൾ ആ ഒരു തിക്നെസ്സിൽ തന്നെ ഞാൻ ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, നമ്മൾ എത്ര ഉപ്പ് വേണ്ടിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് സെറ്റാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.